കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോ ഭാഗത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ്ലി അബൌട്ട് വാട്ട് ആർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ദ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ഷൻസ്. മാനേജർമാർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമുള്ള ജനറൽ ഗൈഡ് ലൈൻസ് ആണിവ. പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. എല്ലാ മാനേജർമാരുടെ തീരുമാനങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടുപോകുന്ന പൊതുവായിട്ടുള്ള തത്വങ്ങളാണ് അല്ലെങ്കിൽ പൊതുമാർഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ദേ ഡീൽ വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. മാനേജ്മെൻറ്റ് തന്നെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുമായിട്ട് അവരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു പ്രവർത്തനമാണ്. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓൾസോ ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പെരുമാറ്റ രീതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ദേ ആർ നോട്ട് ആസ് റിജിഡ് ആസ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്യുവർ സയൻസ്. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ സയൻസിൻ്റെ അനേകം തത്വങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് തത്വങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ശാസ്ത്രീയ തത്വങ്ങൾ പോലെ റിജിഡായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ല ഇവ. മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നവയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ദേ ആർ നോട്ട് ആസ് റിജിഡ് ആസ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്യുവർ സയൻസ്. ശാസ്ത്രീയ തത്വങ്ങൾ പോലെ റിജിഡായിട്ടുള്ളവയല്ല, ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ആൻഡ് അഗെയിൻ ദേ ആർ ടു ബി അപ്ലൈഡ് ക്രിയേറ്റീവ്ലി ആസ് പെർ ദ ഡിമാൻഡ്സ് ഓഫ് ദ സിറ്റുവേഷൻ. മാനേജ്മെൻറ്റ് തത്വങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സർഗാത്മകമായിട്ടാണ്. ക്രിയേറ്റിവിറ്റി അവിടെ ഉപയോഗിക്കണം. ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയുടെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫലവത്തായിട്ട് പ്രയോഗിക്കാൻ കഴിയുള്ളൂ. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ടു ബി അപ്ലൈഡ് ക്രിയേറ്റീവ്ലി ആസ് പെർ ദ ഡിമാൻഡ്സ് ഓഫ് ദ സിറ്റുവേഷൻ. സാഹചര്യങ്ങൾ നോക്കി ആ സാഹചര്യബന്ധിതമായിട്ട് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരണമായിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സണൽ ആപ്ലിക്കേഷൻ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ടു ബി അപ്ലൈഡ് ക്രിയേറ്റീവ്ലി ആസ് പെർ ദ ഡിമാൻഡ്സ് ഓഫ് ദ സിറ്റുവേഷൻ. ഓരോ സ്ഥാപനത്തിലെയും സാഹചര്യങ്ങൾക്ക് അനുസരണമായി വേണ്ട മാറ്റങ്ങൾ വരുത്തി സർഗാത്മകമായിട്ട് ഓരോരുത്തരെയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആ ശേഷിയും അറിവും ഉപയോഗപ്പെടുത്തി വേണം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ഹൗ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ്. മാനേജ്മെൻറ്റ് തത്വങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഇവോൾവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? അനവധി മാനേജ്മെൻറ്റ് തത്വങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? സോ ഫസ്റ്റ്ലി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ മെയിൻലി ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് തത്വങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ഓൾസോ ബൈ ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദി പ്രാക്ടീസിങ് മാനേജേഴ്സ്. മാനേജർമാരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അനുഭവത്തിലൂടെ, അവരുടെ എക്സ്പീരിയൻസിലൂടെ അനവധി തത്വങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചില മാനേജ്മെൻറ്റ് വിദഗ്ധന്മാർ മാനേജറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുള്ള അവരുടെ അനുഭവത്തിൽ നിന്നാണ് അനവധി മാനേജ്മെൻറ്റ് തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. So management principles can be developed either by experimentation
ബൈ കണ്ടക്ടിങ് റിസർച്ച് വർക്ക്. ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയും. അതേ സമയത്ത് തന്നെ മാനേജേഴ്സായിട്ട് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസിലൂടെ, അവരുടെ ആ പ്രായോഗിക ജ്ഞാനത്തിലൂടെ അനവധി മാനേജ്മെന്റ് തത്വങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആൻഡ് അഗെയിൻ, derivation of these principles may be said to be a matter of science, and their creative application may be regarded as an art. ഈ മാനേജ്മെന്റ് തത്വങ്ങൾ ശാസ്ത്രീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നാൽ അവ അപ്ലൈ ചെയ്യുന്നിടത്ത് നമുക്കറിയാം ആർട്ടിൻ്റെതായിട്ടുള്ള എലമെന്റ്സ് വരുന്നുണ്ട്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിറൈവ്ഡ് as a matter of science, as a part of science. But its application is somewhat creative, as such it is regarded as an art. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റിനെ ആർട്ട് എന്നും സയൻസ് എന്നും നമ്മൾ കാണുന്നത്. കാരണം മാനേജ്മെന്റ് തത്വങ്ങൾ ശാസ്ത്രീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളവയാണ്, അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. അതേസമയത്ത് അത് അപ്ലൈ ചെയ്യുന്നിടത്ത് അവിടെ ക്രിയേറ്റിവിറ്റി, ഒരാളുടെ സർഗാത്മകതയ്ക്ക് ഇടമുണ്ട്, അല്ലെങ്കിൽ അവിടെയാണ് ആർട്ടിൻ്റെതായിട്ടുള്ള പ്രയോഗം വരുന്നത്. ആൻഡ് അഗെയിൻ, ദീസ് പ്രിൻസിപ്പിൾസ് ഫോംസ് ദ തിയററ്റിക്കൽ ബേസിസ് ഓഫ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ. വി നോ മാനേജ്മെന്റ് ഈസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ. ആ മാനേജ്മെന്റ് ഡിസിപ്ലിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത് ഇത്തരം പ്രിൻസിപ്പിൾസ് ആണ്. So management principles act as the theoretical basis of the discipline of management. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിജ്ഞാനശാഖയ്ക്ക് അടിത്തറ പാകിക്കൊണ്ടുള്ള അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരശേഖരമാണ് ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് തത്വങ്ങളെ മാനേജ്മെന്റ് എന്നുള്ള ആ പഠന ശാഖയുടെ അല്ലെങ്കിൽ വിജ്ഞാന ശാഖയുടെ ബേസ് ആയിട്ടുള്ള അറിവിന്റെ ശേഖരമായിട്ട് കണക്കാക്കാവുന്നതാണ്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫോംസ് ദ തിയററ്റിക്കൽ ബേസിസ് ഓഫ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ. ദെൻ നെക്സ്റ്റ് അബൌട്ട് ഹൗ പ്രിൻസിപ്പിൾസ് ഡിഫേഴ്സ് ഫ്രം ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നതോടെ തുടർന്ന് അതോടൊപ്പം തന്നെ ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും തമ്മിലുള്ള വ്യത്യാസം? സോ വി ഓൾ നോ ടെക്നിക്സ് ആർ പ്രൊസീജിയേഴ്സ് ഓർ മെത്തേഡ്സ് ഫോർ പെർഫോമിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് ടെക്നിക്സ്. ദ വേരിയസ് പ്രൊസീജിയേഴ്സ് ഓർ ദ മെത്തേഡ്സ് ടു ബി ഫോളോവ്ഡ് ഫോർ പെർഫോമിംഗ് എ പർട്ടിക്കുലർ വർക്ക് ഓർ ടാസ്ക്. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ പിന്തുടരേണ്ടതായിട്ടുള്ള രീതികളാണ്, അതിൻ്റെ നടപടിക്രമങ്ങളാണ് ടെക്നിക്സ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്ന് പറയാറുള്ളത്. ആൻഡ് ദേ ഇൻവോൾവ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വിവിധ സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വിവിധ സ്റ്റെപ്പുകളുടേതായിട്ടുള്ള ഒരു പരമ്പരയായിരിക്കും ടെക്നിക്സ് എന്ന് പറയുന്നത്. തന്ത്രങ്ങളിൽ അനവധി നടപടിക്രമങ്ങൾ ഉണ്ടാവും. എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആർ ദർ ഫോർ വാട്ട്? ഫോർ അക്കംപ്ലിഷിംഗ് ദ ഡിസൈർഡ് ഗോൾസ്. അപ്പോൾ ലക്ഷ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് വിവിധ നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ബട്ട് പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡ് ലൈൻസ് ടു ടേക്ക് ഡിസിഷൻസ് or actions while practicing techniques. ഈ തന്ത്രങ്ങൾ നടപ്പിലാക്കുമ്പോൾ, ഈ ടെക്നിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, പല പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ പ്രവർത്തനങ്ങൾക്കും ആ തീരുമാനങ്ങൾക്കുമുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശമാണ്. ഒരു മാനേജീരിയൽ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. So principles are the guidelines to take decisions or actions while practicing techniques. വിവിധ മാനേജീരിയൽ ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പല പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അവയ്ക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നവയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ ഡിഫറെന്റ്.
Techniques explain how a principle can be applied for solving a managerial problem. ഒരു മാനേജീരിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മാനേജീരിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഒരു മാനേജീരിയൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ തന്ത്രമാണ് ടെക്നിക്സിലൂടെ പറയുന്നത്. സോ ടെക്നിക്സ് എക്സ്പ്ലെയിൻ ഹൗ എ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ഫോർ സോൾവിങ് എ മാനേജീരിയൽ പ്രോബ്ലം. അപ്പോൾ ഒരു സ്ഥാപനത്തിലുള്ള ഒരു പ്രശ്നം, ഒരു മാനേജീരിയൽ പ്രോബ്ലം, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിൻസിപ്പിൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ പ്രിൻസിപ്പിൾസിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ടെക്നിക്സിൽ പ്രതിപാദിക്കുന്നത്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആർ entirely different. Management principles are the base guidelines, but the techniques says how to apply these principles in a organizational context. ഒരു ബിസിനസ് സിറ്റുവേഷനിൽ ഈ പ്രിൻസിപ്പിൾസ് എങ്ങനെ പ്രയോഗിക്കണം, അതിൻ്റെ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ രീതിശാസ്ത്രം പ്രതിപാദിക്കുന്ന ഒന്നാണ് ടെക്നിക്സ് അഥവാ മാനേജ്മെന്റ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഹൗ പ്രിൻസിപ്പിൾസ് ഡിഫേഴ്സ് ഫ്രം വാല്യൂസ്. ബിസിനസ്സിൽ ഒരുപാട് വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്നതുപോലെ അനവധി മൂല്യങ്ങൾ ബിസിനസ് രംഗത്ത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അല്ലെ, മാനേജർമാരും ഒരുപാട് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പരിപാലിക്കേണ്ടതുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെയും വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. ഈ പ്രിൻസിപ്പിൾസും വാല്യൂസും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഹൗ പ്രിൻസിപ്പിൾസ് ഡിഫേഴ്സ് ഫ്രം വാല്യൂസ്. വാല്യൂസ് are general rules for behavior of individuals in a society. ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള ചില പൊതു നിയമങ്ങളാണ് വാല്യൂസ് അഥവാ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല മൂല്യങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഒരു മാനേജരും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അനവധി മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സോ വാല്യൂസ് ആർ general rules for behavior of individuals in the society. They are formed through common practice. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊതുരീതികൾക്ക് അനുസരണമായിട്ടാണ് വാല്യൂസ് നിശ്ചയിക്കപ്പെടുന്നത്. വാല്യൂസ് ഓരോ ജനസമൂഹത്തിനും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. because they are formed through common practice. അവരുടെ ആ കോമൺ പ്രാക്ടീസിലൂടെയാണ്, ആ പൊതു രീതികളിലൂടെയാണ് അവിടെ വാല്യൂസ് നിശ്ചയിക്കപ്പെടുന്നത്. ഓരോ സമൂഹത്തിൻ്റെയും വാല്യൂസ് നിശ്ചയിക്കപ്പെടുന്നത് അവിടെയുള്ള ഒരു കോമൺ പ്രാക്ടീസ് ആണ്. ബട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഫോംഡ് ആഫ്റ്റർ റിസർച്ച് ഇൻ വർക്ക് സിറ്റുവേഷൻസ് വിച്ച് ആർ മോർ ടെക്നിക്കൽ ഇൻ നേച്ചർ. ഒരു കോമൺ പ്രാക്ടീസിലൂടെയാണ് വാല്യൂസ് നിലവിൽ വരുന്നത് നമ്മൾ കണ്ടു. ബട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഫോംഡ് ആഫ്റ്റർ റിസർച്ച് ഇൻ വർക്ക് സിറ്റുവേഷൻസ്. ബോധപൂർവമായിട്ടുള്ള റിസർച്ചിലൂടെ അല്ലെങ്കിൽ നീണ്ടകാല ഒബ്സർവേഷനിലൂടെ റിസർച്ച് വർക്കിലൂടെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യപ്പെടുന്നത്. സോ വിച്ച് ആർ മോർ ടെക്നിക്കൽ ഇൻ നേച്ചർ. കൂടുതൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ഉള്ളത്. സാങ്കേതിക കൂടുതൽ ഉള്ളതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. And again, while practicing principles of management, values cannot be neglected. അപ്പോൾ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മൂല്യങ്ങളെ തഴയാൻ പാടില്ല. വാല്യൂസ് കനോട്ട് ബി നെഗ്ലക്റ്റഡ്. കഴിഞ്ഞ പാഠത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് മാനേജ്മെന്റിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാനേജേഴ്സിനുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ വാല്യൂസ് കൂടി അപ്ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. സോ വൈൽ പ്രാക്ടീസിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, വാല്യൂസ് കനോട്ട് ബി നെഗ്ലക്റ്റഡ്. ഒരിക്കലും മാനേജ്മെന്റിന്റെ വാല്യൂസ് അവഗണിക്കാൻ പാടില്ല. Then next we shall discuss about the nature of management principles. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ
ഫീച്ചേഴ്സ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ സ്വഭാവ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. സോ അബൌട്ട് ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. ലോകത്തെവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉള്ളതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. The principles of management are intended to apply to all types of organizations. എല്ലാത്തരം സ്ഥാപനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒന്നാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. However, the extent of their applicability should vary with the nature of the organization, business activity, scale of operations, etc. അപ്പോൾ എല്ലാത്തരം സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ആണ്. എന്നാൽ അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയിലുള്ള അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സ്ഥാപനങ്ങളും വ്യത്യസ്തമായിരിക്കും. ചില സ്ഥാപനങ്ങളിൽ ചില മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അത്ര വിജയപ്രദമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും അതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രമാത്രം അത് വിജയിക്കുമെന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ, ദ ബിസിനസ് ആക്ടിവിറ്റി ദേ ആർ ക്യാരിങ് ഔട്ട്, and also the scale of operations, whether it is a large scale organization or a small scale organization. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അവ എത്രമാത്രം പ്രായോഗികമാണ്. എല്ലാ തത്വങ്ങളും ഒരേപോലെ തന്നെ എല്ലാ തരം സ്ഥാപനങ്ങളിലും പ്രായോഗികമായിരിക്കണമെന്നില്ല. ഒരേപോലെ പ്രയോഗിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അവിടെ ദ കോർ കോൺസെപ്റ്റ് is universal, but its application depends upon the situation. ഓരോ സ്ഥാപനത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച്, ആ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച്, ബിസിനസ് ആക്ടിവിറ്റി അനുസരിച്ച്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ആപ്ലിക്കബിലിറ്റി വ്യത്യസ്തമായിരിക്കും. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ, ബട്ട് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ആപ്ലിക്കബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ the situation where it is applied. അത് പ്രയോഗിക്കുന്ന ആ ബിസിനസിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അതിൻ്റെ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ എത്രമാത്രം അത് പ്രായോഗികമാണെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ദെൻ സെക്കൻഡ്ലി, ജനറൽ ഗൈഡ് ലൈൻസ്. മാനേജ്മെന്റ് തത്വങ്ങൾ ജനറൽ ഗൈഡ് ലൈൻസ് ആണ്, അതായത് പൊതുവായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. The principles are guidelines to action, but do not provide ready-made solution to all managerial problems. This is so because real business situations are very complex and dynamic and are a result of many factors. അപ്പോൾ ഒരിക്കലും മാനേജ്മെന്റ് തത്വങ്ങൾ ഒരു പ്രശ്നത്തിന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നില്ല. ഇന്നൊരു പ്രശ്നമുണ്ടായാൽ ഇന്ന രീതിയിലാണ് അത് ടാക്കിൾ ചെയ്യേണ്ടത് എന്ന് ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ മാനേജ്മെന്റ് പ്രശ്നങ്ങൾക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്യുന്നില്ല. ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ്, ഓൺലി ദേ ആർ ഗൈഡ് ലൈൻസ്. ചില മാർഗനിർദ്ദേശങ്ങൾ, തീരുമാനമെടുക്കാനും പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രമേ അവ നൽകുന്നുള്ളൂ. That does not provide any ready-made solution to the managerial problems. This is so because real business situations are very complex and dynamic and are a result of many factors. ഇതിന് കാരണം ഓരോ ബിസിനസ്സിലെയും സാഹചര്യം വ്യത്യസ്തമാണ്. അതോടൊപ്പം തന്നെ സങ്കീർണവും മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്, കോംപ്ലക്സും ഡൈനാമിക്കുമാണ്. അതുകൊണ്ട് എല്ലാ മാനേജറിയൽ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനായിട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ചില പൊതു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രദാനം ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ മിയർലി general guidelines to the managers for their decisions and also their activities. And thirdly speaking,
ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്? ദേ ആർ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. മാനേജർമാരുടെ ആ പ്രവർത്തന പരിചയത്തിലൂടെയും അതോടൊപ്പം തന്നെ എക്സ്പെരിമെൻറ്റേഷനുകൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടും മാനേജ്മെന്റ് തത്വങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. The principles of management are formed by experience and by experimentation. Some principles are evolved through managerial practice, but some others are the result of research studies undertaken by management scholars. അപ്പോൾ ചില മാനേജ്മെന്റ് തത്വങ്ങൾ മാനേജർമാരുടെ അനുഭവത്തിലൂടെ, മാനേജറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവൃത്തി പരിചയത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അവർ തൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചില തത്വങ്ങളായിട്ട് ആവിഷ്കരിച്ചു കൊണ്ടുവന്നതാണ്. എന്നാൽ മറ്റു ചിലവയാകട്ടെ നീണ്ടകാല റിസർച്ചിലൂടെ, ഗവേഷണ പ്രവർത്തനങ്ങളുടെ, മാനേജ്മെന്റ് സ്കോളേഴ്സിന്റെ നീണ്ടകാലത്തെ റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തവയാണ്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മേ ബി ഐദർ ഫോംഡ് ബൈ പ്രാക്ടീസ് ഓർ ബൈ എക്സ്പെരിമെന്റേഷൻ. ആൻഡ് ഫോർത്തലി സ്പീക്കിംഗ്, ദേ ആർ ഫ്ലെക്സിബിൾ. മാനേജ്മെന്റ് തത്വങ്ങൾ ഫ്ലെക്സിബിൾ ആണ്. ദേ ആർ നോട്ട് റിജിഡ്. മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നവയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ നോട്ട് റിജിഡ് റൂൾസ് വിച്ച് ഹാവ് ടു ബി ഫോളോഡ് അബ്സല്യൂട്ട്ലി. ദേ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ദ മാനേജേഴ്സ് വെൻ ദ സിറ്റുവേഷൻ സോ ഡിമാൻഡ്സ്. ശാസ്ത്രീയ തത്വങ്ങൾ പോലെ മാനേജ്മെന്റ് തത്വങ്ങൾ റിജിഡ് അല്ല, അയവില്ലാത്തതല്ല. സാഹചര്യബന്ധിതമായിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രയോഗിക്കാൻ കഴിയുന്നവയാണ്. ദേ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ്. ആവശ്യാനുസരണം അതിൽ മാറ്റങ്ങൾ വരുത്താം. മാനേജർക്ക് അയാളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ മോഡിഫിക്കേഷൻസ്, ചില അഡീഷൻസോ ഡിലീഷൻസോ ഒക്കെ ചെയ്യാൻ കഴിയും. വെൻ ദ സിറ്റുവേഷൻസോ ഡിമാൻഡ്സ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രയോഗിക്കേണ്ടവയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. സോ ദേ ആർ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ശാസ്ത്രീയ തത്വങ്ങൾ പോലെ റിജിഡ് അല്ല. ശാസ്ത്രീയ തത്വങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റങ്ങൾ വരുത്തി പ്രയോഗിക്കാൻ കഴിയുന്നവയല്ല. അത് ആസ്വദിച്ച് നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. ആ തത്വങ്ങൾ അതേപടി പ്രയോഗിച്ചാലേ അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ മാനേജ്മെന്റ് തത്വങ്ങൾ അങ്ങനെയല്ല, ഫ്ലെക്സിബിൾ ആണ്. സാഹചര്യ ബന്ധിതമായി വേണ്ട മാറ്റങ്ങൾ വരുത്തി മാനേജർക്ക് പ്രയോഗിക്കാൻ കഴിയുന്നവയാണ്. സോ ദേ ആർ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, ദേ ആർ മെയിൻലി ബിഹേവിയറൽ എന്നുള്ളതാണ്. Management principles are mainly behavioral. They are related with the human behavior. Management principles aims at influencing behavior of human beings. Therefore, principles of management are mainly behavioral in nature. Human beings-ഉമായിട്ട് ബന്ധപ്പെട്ടതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രധാനമായിട്ടും ബിഹേവിയറൽ നേച്ചറിലാണുള്ളത്. Moreover, principles enables a better understanding of the relationship between human and material resources in accomplishing organizational objectives. Human behavior-നെ ആണ് ഇവിടെ പ്രതിപാദിക്കുന്നതെങ്കിലും ഹ്യൂമൻ ബീങ്സും അതോടൊപ്പം തന്നെ മെറ്റീരിയൽ തിങ്സുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള, അവർ റോ മെറ്റീരിയൽസ് ആവട്ടെ അല്ലെങ്കിൽ മെഷീനറി ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അത്തരം മെറ്റീരിയൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഫിസിക്കൽ റിസോഴ്സസുമായിട്ട് ഹ്യൂമൻ ബീങ്സിനെ റിലേറ്റ് ചെയ്യുന്നവ കൂടെയാണ് ഇത്തരം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള മെറ്റീരിയൽ റിസോഴ്സസുമായിട്ട് അവയെ ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ മെയിൻലി ബിഹേവിയറൽ in nature. And sixthly, there is cause and effect relationship. Management principles ne cause and effect relationship ഉണ്ട്. കാര്യകാരണ സഹിതം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നവയാണ്. ഒരു കോസ് ഉണ്ടായാൽ അതിന്റെ റിസൾട്ട് ഇന്നതായിരിക്കും, അല്ല ഇന്ന റിസൾട്ടിന്റെ കോസ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നവയാണ്. അപ്പോൾ കാര്യകാരണ സഹിതം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് മാനേജ്മെന്റ് തത്വങ്ങൾ. സോ ദർ ഈസ്
cause and effect relationship. The principles of management are intended to establish relationship between cause and effect so that they can be used in similar situation in a large number of cases. അപ്പോൾ അത്തരത്തിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് സിമിലർ സിറ്റുവേഷനിൽ നമുക്ക് എവിടെയും അത് പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു മെച്ചമുണ്ട്. ഓരോന്നിനെയും വ്യക്തമായിട്ട് കാര്യകാരണ സഹിതം അവിടെ വിശദീകരിക്കുന്നുണ്ട്. So management principles has the quality of cause and effect relationship. As such, that tells us if a particular principle was applied in a particular situation, what would be its likely effect. അപ്പോൾ ഇങ്ങനെ കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഒരു പ്രത്യേക പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും, അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി ദർശിക്കാൻ കഴിയും, അല്ലെങ്കിൽ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു പ്രത്യേകതയാണ് ദർ ഈസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ആൻഡ് സെവന്തിൽ ദേ ആർ കണ്ടിൻജന്റ്, സാന്ദർഭികമാണ്. സിറ്റുവേഷൻ അനുസരിച്ചാണ് അവിടെ പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രയോഗിക്കുന്നത്. സോ the application of principles of management is contingent or depend upon the prevailing situation at a particular point of time. The application of principle has to be changed as per requirements and prevailing conditions. സാഹചര്യബന്ധിതമാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ, പ്രിവൈലിംഗ് സിറ്റുവേഷൻ അനുസരിച്ചാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ പ്രിൻസിപ്പിൾസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി വേണം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. സോ ദേ ആർ കണ്ടിൻജന്റ് ഇൻ നേച്ചർ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ഓർ ദ കണ്ടീഷൻ ഇൻ വിച്ച് ഇറ്റ് അപ്ലൈസ്. ആ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ സ്ഥാപനത്തിലെ സാഹചര്യം നോക്കിയിട്ട് വേണം നമ്മൾ അവ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. സോ ദീസ് ഓൾ ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് management principles. Then next we shall discuss about the differences between management principles and scientific principles. അനവധി ശാസ്ത്രീയ തത്വങ്ങൾ നമുക്കറിയാം. ന്യൂട്ടൺസ് ലോ മുതൽ അനവധി ശാസ്ത്രീയ തത്വങ്ങൾ നമ്മൾ പഠിച്ചവരാണ്. ആ ശാസ്ത്രീയ തത്വങ്ങൾ മാനേജ്മെന്റ് തത്വങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ്? The first case, management principles are very flexible in nature. Flexibility ഉണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ, വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നവയാണ്. ബട്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ റിജിഡ് ഇൻ നേച്ചർ. യാതൊരു മാറ്റവും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നവയല്ല സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. ദേ ആർ റിജിഡ് ഇൻ നേച്ചർ. യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കുന്നവയല്ല സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. Then secondly, management principles applied with creativity. സർഗാത്മകത പ്രയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോരുത്തരെയും ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അത് അപ്ലൈ ചെയ്യേണ്ടത് ക്രിയേറ്റിവിറ്റിയോടുകൂടിയാണ്. സർഗാത്മകത അവിടെ അനിവാര്യമാണ്. ഓരോരുത്തരെയും പ്രതിഭയ്ക്കനുസരിച്ച് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫലവത്തായിട്ട് പ്രയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരേ പ്രിൻസിപ്പിൾസ് തന്നെ വ്യത്യസ്ത മാനേജർമാർ അപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഫലമായിരിക്കും, അല്ലെങ്കിൽ റിസൾട്ട് ആയിരിക്കും അതിനുണ്ടാകുന്നത്. ഒരേ മാനേജ്മെന്റ് തത്വം രണ്ട് മാനേജർമാർ നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അത് അപ്ലൈ ചെയ്യുന്നതിൽ പ്രയോഗിക്കുന്ന, അല്ല അത് അപ്ലൈ ചെയ്യുന്നതിലുള്ള ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ബട്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് അപ്ലൈഡ് ഇൻ അബ്സല്യൂട്ട് ഓർ സ്റ്റാറ്റിക് മാനർ. അത് ആര് പ്രയോഗിച്ചാലും ഒരേ റിസൾട്ട് കിട്ടും. അവിടെ ക്രിയേറ്റിവിറ്റിക്ക് യാതൊരു പ്രാധാന്യമില്ല. സോ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ അപ്ലൈഡ് ഇൻ അബ്സല്യൂട്ട് ഓർ സ്റ്റാറ്റിക് മാനർ. അത് ആര് പെർഫോം ചെയ്താലും ഒരേ റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ലാബിലൊരു പരീക്ഷണം നടത്തിയത് അത് ആര് നടത്തിയാലും എന്താണ്, ഒരേ റിസൾട്ട് ആയിരിക്കും കിട്ടുക. H2O ജലം, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ആർക്കും എന്താണ് ഒരേ രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. എന്നാൽ മാനേജീരിയൽ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾസ് പ്രയോഗിക്കുമ്പോൾ
അവിടുത്തെ ഓരോ മാനേജറുടെയും കഴിവനുസരിച്ചും അയാളുടെ പ്രതിഭ അനുസരിച്ചും എന്താണ് അതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. ആൻഡ് തേർഡ്ലി സ്പീക്കിംഗ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ സിറ്റുവേഷണൽ ആസ് ഇറ്റ് ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് പ്ലേസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സിറ്റുവേഷനാണ്. ഓരോ സമയത്തും അതിൻ്റെ സ്ഥലത്തിനും അനുസരിച്ച് അതിൽ വ്യത്യാസമുണ്ടാവാം. സിറ്റുവേഷണലാണ്. അതുകൊണ്ട് സമയവും സ്ഥലവും നോക്കിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ വേണ്ടി. വിവിധ സമയത്ത് വ്യത്യസ്തമായിരിക്കും റിസൾട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുക. അല്ലെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ഒരു പ്രിൻസിപ്പിൾസിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ബട്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ആൻഡ് പ്ലേസ്. എന്നാൽ എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും സയന്റിഫിക് പ്രിൻസിപ്പിളിന് ഒരേ റിസൾട്ട് ആയിരിക്കും ലഭിക്കുക. ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ആൻഡ് പ്ലേസ്. ആൻഡ് ഫോർത്തിലി, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്റെ പെരുമാറ്റ രീതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവയാണ് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ. ബട്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഡീൽസ് വിത്ത് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഫിസിക്കൽ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. റോ മെറ്റീരിയൽസ്, മിഷനറി, എക്യുപ്മെന്റ്സ് ഇവയാണ് ഡീൽ ചെയ്യുന്നത് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് മെയിനായിട്ട്. ആൻഡ് ഫിഫ്തിലി, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ മെയിൻലി ഫോർമുലേറ്റഡ് ബൈ പ്രാക്ടീസിങ് മാനേജേഴ്സ്. കൂടുതലും മാനേജ്മെന്റ് തത്വങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മാനേജർമാരുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ മാനേജർമാരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് പ്രധാനമായിട്ടും മാനേജ്മെന്റ് തത്വങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബട്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ മെയിൻലി ഫോർമുലേറ്റഡ് ബൈ റിസർച്ച് സ്കോളേഴ്സ്. ശാസ്ത്രജ്ഞരാണ് അവരുടെ റിസർച്ച് വർക്കിലൂടെയാണ് അനവധി സയന്റിഫിക് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദീസ് ഓൾ ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പ്രാധാന്യം എന്താണ്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്തുകൊണ്ട് പ്രാധാന്യം അറിയിക്കുന്നു? സാധാരണ പറയാറുണ്ട്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു മാനേജർ ഈസ് ലൈക്ക് ദ ടേബിൾ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ടു എ സിവിൽ എഞ്ചിനീയർ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും എടുത്തു പറയാറുള്ള ഒരു കൊട്ടേഷനാണിത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു എ മാനേജർ ഈസ് ലൈക്ക് ദ ടേബിൾ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ടു എ സിവിൽ എഞ്ചിനീയർ. ഒരു സിവിൽ എഞ്ചിനീയർക്ക് ടേബിൾ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എങ്ങനെ ഉപകരിക്കുന്നോ അല്ലെ എങ്ങനെ പ്രയോജനപ്പെടുന്നോ അതുപോലെയാണ് ഒരു മാനേജർക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പ്രയോജനപ്പെടുന്നത്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു എ മാനേജർ ഈസ് ലൈക്ക് ദ ടേബിൾ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ടു എ സിവിൽ എഞ്ചിനീയർ. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിന്റെ പോയിന്റുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫസ്റ്റ്ലി, പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു ദ റിയാലിറ്റി. മാനേജർമാർക്ക് യാഥാർത്ഥ്യബോധം നൽകുന്നു. യാഥാർത്ഥ്യബോധത്തോടുള്ള ഒരു കാഴ്ചപ്പാട് നൽകാൻ വേണ്ടി മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നു. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രൊവൈഡ്സ് ദ മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയൽ വേൾഡ് സിറ്റുവേഷൻസ്. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് തത്വങ്ങൾ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ചില സൊല്യൂഷൻസ് മുൻകൂട്ടി പറഞ്ഞു വെക്കുന്നു. അല്ലെ അതിനുവേണ്ട ഗൈഡ് ലൈൻസ് മാനേജ്മെന്റ് തത്വങ്ങൾ മാനേജേഴ്സിന് നൽകുന്നു. അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർക്ക് ചില പൊതു ധാരണകൾ മാനേജ്മെന്റ് തത്വങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് തത്വങ്ങൾ ഒരു ബേസ് ആയിട്ട് ഭവിക്കുന്നു. Adherence to these principles will add to their knowledge, ability and understanding of the managerial situation and circumstances. അപ്പോൾ സാഹചര്യങ്ങളെ നേരിട്ട് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവും അറിവും ഈ മാനേജ്മെന്റ് തത്വങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. As such, management principles increases managerial efficiency. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് തത്വങ്ങൾ മാനേജർമാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സോ മാനേജ്മെന്റ് തത്വങ്ങളുടെ ഒന്നാമത്തെ മേന്മ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. ദെൻ സെക്കൻഡ്ലി, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. റിസോഴ്സസിന്റെ ഫലവത്തായിട്ടുള്ള ഉപയോഗവും
അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഭരണ നിർവഹണം സാധ്യമാക്കുന്നു. Resources available to the company are limited. They have to put it to optimum use. നമുക്കറിയാം, ഏത് സ്ഥാപനത്തിലും ലഭ്യമായുള്ള റിസോഴ്സസിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഒരു മാനേജർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഫലവത്തായിട്ടുള്ള ഉപയോഗം ഉറപ്പുവരുത്താൻ എല്ലാ മാനേജർമാർക്കും ഉത്തരവാദിത്തമുണ്ട്. The management principles helps the managers to foresee the cause and effect relationship of their decisions and actions. As such, the wastage associated with a trial and error approach can be avoided. അപ്പോൾ ഓരോ മാനേജർമാർക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ മാനേജ്മെന്റ് തത്വങ്ങൾ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നുണ്ട്. എന്ത് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, ഈ രീതിയിൽ അത് അപ്ലൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഒരു മുൻധാരണ മാനേജർമാർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപേക്ഷിക്കാൻ കഴിയും. സാധാരണ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് പ്രയോഗിക്കാറുള്ളത്. കാരണം നമുക്ക് മുൻധാരണയില്ല അതെങ്ങനെ പരിഹരിക്കാമെന്ന്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ നമ്മൾ മുന്നേ അഭിമുഖീകരിക്കാത്തൊരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു സൊല്യൂഷൻ മനസ്സിൽ കാണും, അത് അപ്ലൈ ചെയ്യും. ചിലപ്പോൾ വിജയിക്കാം, പരാജയപ്പെടാം. പരാജയപ്പെട്ടത് നമ്മൾ മാറ്റി മറ്റൊന്ന് പ്രയോഗിക്കും. അതും പരാജയപ്പെട്ടാൽ വീണ്ടും എന്താണ്, മാറ്റി പുതിയ ഒരു തന്ത്രം പ്രയോഗിക്കും. ദാറ്റ് ഈസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ മാനേജർമാർ ശാസ്ത്രീയമായിട്ടൊരു തത്വം അവർക്ക് ലഭ്യമല്ല എങ്കിൽ, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള അറിവ് മുൻധാരണ ഇല്ല എങ്കിൽ, അതിനൊരു പ്രിൻസിപ്പിൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരിക്കും അയാൾ യൂസ് ചെയ്യുക. ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പലപ്പോഴും വിജയിച്ചു എന്ന് വരില്ല. ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള മാനേജ്മെന്റ് തത്വങ്ങൾ അറിയാവുന്ന ഒരു മാനേജർക്ക് ഒരു പ്രശ്നത്തിന് ഇന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കുന്നതിന് വേണ്ട ഗൈഡൻസ് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒഴിവാക്കാനും അതിലൂടെ കാര്യക്ഷമതയെ ഉറപ്പുവരുത്തി വേസ്റ്റേജസ് അവോയ്ഡ് ചെയ്തിട്ട് റിസോഴ്സസിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഉറപ്പാക്കാനും അതിലൂടെ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കാനും കഴിയുന്നുണ്ട്. തേർഡ്ലി സ്പീക്കിംഗ്, സയന്റിഫിക് ഡിസിഷൻസ്, ശാസ്ത്രീയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നു മാനേജേഴ്സിനെ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്സ് ഇൻ thoughtful decision making. They emphasize logic rather than blind faith. Management decisions taken on the basis of principles are free from bias and prejudice. ശാസ്ത്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ സഹായിക്കുന്നുണ്ട്. ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ലോജിക്കിനാണ്, റാദർ ദാൻ ബ്ലൈൻഡ് ഫെയ്ത്ത്. അവിടെ ലോജിക് അനുസരിച്ചാണ് കാര്യങ്ങൾ, പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്, അല്ലാതെ ബ്ലൈൻഡ് ഫെയ്ത്തിനനുസരിച്ചല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ബയാസിനെയോ പ്രെജുഡീസിനെയൊക്കെ ഒഴിവാക്കാൻ കഴിയും. മുൻവിധിയില്ലാതെ, പക്ഷപാതമില്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. ആൻഡ് ഫോർത്തിലി സ്പീക്കിംഗ്, management principles helps to meet challenging environment requirements. Changing environment requirements. മാനേജ്മെന്റ് തത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്നുണ്ട്. സോ although the principles are in the nature of general guidelines, but they are modified and as such help managers to meet changing requirements of the environment. The management principles are flexible to adapt to dynamic business environment. മാനേജ്മെന്റ് തത്വങ്ങൾ ചില പൊതു മാർഗനിർദ്ദേശങ്ങളാണെങ്കിൽ തന്നെയും അവയിൽ വേണ്ട പരിഷ്കരണങ്ങൾ നടത്തി സ്ഥാപനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി പ്രയോഗിക്കാൻ കഴിയുന്നവയാണ്. അതായത് മാനേജ്മെന്റ് തത്വങ്ങൾ ഫ്ലെക്സിബിൾ ആണ്. ബിസിനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അനുരൂപീകരണം നടത്താൻ കഴിയുന്നത്
അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയുന്നത്, അതായത് അനുരൂപീകരണം നടത്താൻ കഴിയുന്നവയാണ്. മാനേജ്മെന്റ് തത്വങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി പ്രയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ബിസിനസിന്റെ മാറി വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവ നടപ്പിലാക്കാനും അവ അപ്ലൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട് മാനേജേഴ്സിന്. ആൻഡ് ഫിഫ്ത്ലി സ്പീക്കിംഗ്, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ സാമൂഹിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ് ദ റോൾ ഓഫ് ബിസിനസ് ഫേംസ് in fulfilling their social responsibilities. Fair wages to employees, equity, care for the environment would all come under the purview of management principles. മാനേജ്മെന്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. കാരണം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാനേജ്മെന്റ് തത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സമത്വവും തുല്യതയും കൈവരിക്കാനുള്ള ഇക്വിറ്റി പോലെയുള്ള തത്വങ്ങൾ, എൻവയോൺമെന്റിനെ സംരക്ഷിക്കേണ്ടതിനുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇവയിൽ കിടക്കുന്ന അനവധി മാനേജ്മെന്റ് തത്വങ്ങളുണ്ട്. അപ്പോൾ മാനേജർമാർക്ക് ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് തത്വങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി സ്പീക്കിംഗ്, it helps in management training, education and research. ട്രെയിനിങ്ങിനും എഡ്യൂക്കേഷനും റിസർച്ചിനും ഒക്കെ ഈ മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ദ കോർ ഓഫ് മാനേജ്മെന്റ് തിയറി. മാനേജ്മെന്റ് വിജ്ഞാനശാഖയുടെ കോർ എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. As such, they are used as a basis for management training, education and research. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് രംഗത്തുള്ള ട്രെയിനിങ്ങിന്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ റിസർച്ച് വർക്കിനൊക്കെ ഈ മാനേജ്മെന്റ് തത്വങ്ങളൊക്കെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. These principles provide basic groundwork for the development of management as a discipline. ഈ തത്വങ്ങളാണ് മാനേജ്മെന്റിന്റെ ഡിസിപ്ലിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾസിലാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ വിജ്ഞാനശാഖ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സസ് സച്ച് ആസ് MBA, BBA etc. also teach these principles as a part of their curriculum. MBA, BBA പോലെയുള്ള മാനേജ്മെന്റിലെ വിവിധ കോഴ്സുകൾക്കൊക്കെ കരിക്കുലത്തിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ട്രെയിനിങ്ങിനും എഡ്യൂക്കേഷനും റിസർച്ചിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് മാനേജ്മെന്റ് തത്വങ്ങൾ. അപ്പോൾ മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യമാണ് ഈ 6 പോയിന്റുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. മാനേജ്മെന്റ് വിദഗ്ധന്മാരുടെ മാനേജ്മെന്റ് തത്വങ്ങളെ കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് ചർച്ച ചെയ്യാം. മാനേജ്മെന്റ് തത്വങ്ങളുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് ടെക്നിക്സിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും വാല്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സയന്റിഫിക് പ്രിൻസിപ്പിൾസിന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, ഇത്തരം പ്രാഥമിക കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്നുള്ള വീഡിയോകളും എല്ലാവരും കാണുക. തൽക്കാലം വിട. താങ്ക് യു ഓൾ.